ബി.ജെ.പി എന്നാൽ വർഗീയ പാർട്ടിയാണ്, മതം നോക്കി ആളെ മനസ്സിലാക്കുന്ന പാർട്ടിയാണ് എന്നത് എപ്പോഴും ബി.ജെ.പിക്ക് നേരെ ഉയരുന്ന ചില ആരോപണങ്ങളിൽ ഒന്നു മാത്രമാണ്. അത് ഈ തിരഞ്ഞെടുപ്പ് കാലത്തും വ്യത്യാസമില്ല. ഒരാളുടെ മതം പരിഗണിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ് ബി.ജെ.പിയുടെ നയം. നുഴഞ്ഞുകയറ്റക്കാരെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് എതിരല്ല എന്ന് ജനം മനസ്സിലാക്കണം. ബി.ജെ.പി മുസ്ലിം വിരുദ്ധർ എന്ന പ്രയോഗത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കേരളം, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ ഈ 4 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയ സാധ്യതകളെക്കുറിച്ചാണ് മുതിർന്ന ബി.ജെ.പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി വളരെ ശക്തമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിന് ബി.ജെ.പി പ്രതിജ്ഞാബദ്ധമാണ്. ഒരു മതവിഭാഗത്തെയും എതിർക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയമാണ്. ബി.ജെ.പിയുടെ സമീപനം ഐക്യത്തിലും പുരോഗതിയിലും കേന്ദ്രീകരിച്ചുള്ളതാണ് എന്ന് ഗഡ്കരി അടിവരയിട്ട് പറഞ്ഞു. അസമിലും പശ്ചിമ ബംഗാളിലും തങ്ങൾ വിജയിക്കും എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ഒരാളുടെ മതം പരിഗണിക്കാതെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ് ബി.ജെ.പിയുടെ നയം. നുഴഞ്ഞുകയറ്റക്കാരെ ഞങ്ങൾ എതിർക്കുന്നു, പക്ഷേ അതിനർത്ഥം മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നല്ല. വികസനം പാർട്ടിയുടെ പ്രധാന പ്രചാരണ വിഷയമായി തുടരുന്നു. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ നിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് എന്നും കൂടുതൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വടക്ക് കിഴക്കൻ മേഖലയിൽ ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. 1.5 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. അതേസമയം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം കോടി രൂപ വരെയുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ കൂടി നടപ്പാക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. റോഡുകൾ, ഹൈവേകൾ, ലോജിസ്റ്റിക്സ് ഇവയിലെ ഈ ശ്രമങ്ങൾ കണക്കുകൂട്ടൽ മെച്ചപ്പെടുത്തുകയും ദീർഘകാലമായ അടിസ്ഥാന സൗകര്യ വെല്ലുവിളികൾ നേരിടുന്ന സാമ്പത്തിക വളർച്ച പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് ഗഡ്കരി കൂട്ടിച്ചേർത്തു. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ അസം സർക്കാർ വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും വീണ്ടും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ പരാമർശങ്ങൾ ഉയർത്തുന്നത്. പാർട്ടിയുടെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നത് പാർട്ടിയുടെ പ്രധാന തത്വമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ് നയം. പാർട്ടിയുടെ എതിർപ്പ് ഏതെങ്കിലും പ്രത്യേക മതസമൂഹത്തെയല്ല, മറിച്ച് നിയമവിരുദ്ധമായ നുഴഞ്ഞു കയറ്റത്തെയാണ് നയിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അസമിൽ അടുത്തിടെ ഒരു റാലി നടക്കുകയുണ്ട്. ഈ റാലിയിൽ ഭാരതത്തിന് പൊതുവായ പൈതൃകമുള്ള ആളുകൾക്ക് അഭയം നൽകാൻ സാധിക്കുമെങ്കിലും അനിയന്ത്രിതമായ നിയമവിരുദ്ധ പ്രവേശനം അനുവദിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് രാജ്യത്തെ ഒരു ധർമ്മശാല ആക്കും എന്ന് ഗഡ്കരിയുടെ മുന്നറിയിപ്പുമുണ്ട്. പശ്ചിമബംഗാളിനെ പരാമർശിച്ചുകൊണ്ട് വോട്ടർമാർക്കിടയിൽ രാഷ്ട്രീയ മാറ്റത്തിന് പിന്തുണ വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് ഗഡ്കരി അവകാശപ്പെട്ടു. കഠിനമായി തുടരുമ്പോഴും ബി.ജെ.പി ഏറ്റുമുട്ടലിന് പകരം ഭരണത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ. എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി ഒരു വർഗീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ബി.ജെ.പി ഒരു പ്രത്യേക മതവിഭാഗത്തെ എതിർക്കുന്നു എന്ന ആരോപണമൊക്കെ ഉള്ളിലുള്ളവർക്ക് തികച്ചും ഒരു പുനർചിന്തനത്തിനുള്ള ഒരു മാർഗം കൂടിയാവുകയാണ് നിതിൻ ഗഡ്കരിയുടെ ഈ പ്രസ്താവന. ന്യൂസ് ഡെസ്ക് കർമാനസ്.